സലീം മടവൂർ വളച്ചു കെട്ടാതെ മറുപടി പറയണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആൻസർ പ്ലീസ്. അതായത് വഖഫിന് ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇന്ത്യയിലെ 4,90,021 ഏക്കർ ഭൂമി വഖഫിന് പഴയ കഥയാണ്. പറയട്ടെ ഗസറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ 4,70,500 ഏക്കർ ദേവസ്വം ഭൂമിയുണ്ട്. അതേപോലെ അത് നിങ്ങൾ കേട്ടതായിരിക്കും. ഏകദേശം 85,000 ഏക്കർ ആന്ധ്രാപ്രദേശിൽ ദേവസ്വം ഭൂമിയുണ്ട്. ഏകദേശം 4,800 ഏക്കറാണെന്ന് എനിക്ക് തോന്നുന്നു തെലുങ്കാന. അങ്ങനെ ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രം ദേവസ്വം ഭൂമി തന്നെ 5,30,30,000 ഏക്കറുണ്ട്. ഇന്ത്യയിൽ ആകമാനുള്ള 4,90,000 ഏക്കറാണ് ഉണ്ട് എന്ന് പറയുന്നത്. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 6,000 കോടി മൂല്യം വരും എന്നും പറയുന്നു. ഏതായാലും ഇത് അതിനേക്കാൾ പറയട്ടെ ഈ വഖഫ് ഭൂമിയേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റു മതങ്ങളുടെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സ്വത്തുമുണ്ട്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സ്വത്ത് എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ബുദ്ധമതത്തിനുണ്ട്, അതേപോലെ തന്നെ ജൈനമതത്തിനുണ്ട്. ജൈനമതം ശ്രാവണ പേരുകൊണ്ടൊക്കെ അവരുടെ സ്വത്തുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും കൂടിയും കുറഞ്ഞും നന്നായിട്ട് സ്വത്തുണ്ട്. നിങ്ങൾ ഒരു മതത്തിന്റെ സ്വത്ത് മാത്രം ചൂണ്ടിക്കാട്ടരുത്. ഞാൻ തീർക്കട്ടെ. എനിക്കൊരു 2 മിനിറ്റ് നിങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉണ്ട്, പക്ഷേ ഇത് കൈയിട്ട് വാരിയതാണ്, അടിച്ചു മാറ്റിയതാണ്. ഞാൻ ഒരു മിനിറ്റ്, നിങ്ങൾ എന്നോട് വഖഫ് ബോർഡിന്റെ ചോദ്യം, ഞാൻ വഖഫ് ബോർഡിന്റെ പ്രതിനിധിക്കല്ല ഇവിടെ വന്നത്. ഞാൻ ഇതിന്റെ ഞാൻ എല്ലാ മതങ്ങളുടെയും എല്ലാ സംവിധാനത്തിന്റെയും സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും വഖഫ് ഇങ്ങനെ കുടിയേറ്റക്കാരനെ വിളിച്ചത് ശരിയോ തെറ്റോ? കുടിയേറ്റക്കാരെന്ന് വിളിച്ചത് ശരിയോ തെറ്റോ? തകർത്ത ഒറ്റ രാത്രി കൊണ്ട് ചരിത്രം കുടിയേറ്റക്കാരെന്ന് വിളിച്ചത് ശരിയോ തെറ്റോ? സലീം മടവൂർ അതെങ്കിലും ഒന്ന് പറയൂ. അതെ, എന്റെ സംസാരത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ തുടങ്ങി അങ്ങനെ അല്ലല്ല, ഒറ്റ കാര്യം, കുടിയേറ്റക്കാരെന്ന് പറഞ്ഞത് ശരിയോ തെറ്റോ? അതെങ്കിലും ഒന്ന് പറയൂ. പറയട്ടെ, ഞാൻ പറയാലോ. ഇന്ത്യയിൽ 1947 കുടിയേറ്റക്കാർ നിങ്ങൾ ക്ഷേത്രത്തിന് പള്ളിയുടെ കാര്യങ്ങൾ പറയും. അതൊക്കെ 1947 ആഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയിക്കൊണ്ട് ഇന്ത്യയിൽ നിയമം പാസ്സാക്കിയിരിക്കുന്നു. ഞാൻ ആ നിയമത്തിൽ വിശ്വസിക്കുന്നു. അതിനു മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോയാൽ പല ബുദ്ധക്ഷേത്രങ്ങളും തകർത്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രം പല സമയത്ത് തകർക്കപ്പെട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. തകർക്കപ്പെട്ട് അവിടെ പള്ളി വന്നിട്ടുണ്ട്. പല സ്ഥലത്ത് പള്ളി തകർത്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇതൊക്കെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹരിയാനയിൽ പോയാൽ ഹിസാറിലുള്ള പള്ളി മാറി ഇന്ന് ക്ഷേത്രമാണ്. 6 പള്ളികളിൽ നിന്ന് വിഭജനത്തിന് ശേഷം മാറ്റി ക്ഷേത്രമാക്കി മാറ്റിയിട്ടുണ്ട്. സിഖ് ഗുരുദ്വാരയാക്കി മാറ്റിയ എത്രയോ പള്ളി. പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ നിങ്ങളെ ചോദിച്ചൊക്കെ പറയൂ. നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം പറയും. ഓരോന്നോരോന്ന് എനിക്ക് പറയണം. അപ്പൊ ഇന്ത്യയിൽ എല്ലാ മത കേന്ദ്രങ്ങളും പരസ്പരം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഇന്ത്യയിൽ 1947 ആഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചതാണ്. അതുകൊണ്ട് പിന്നെ വഖഫ് ഭൂമിയിൽ ഒറിജിനൽ വഖഫ് ഭൂമിയിലേക്ക് ഒരാൾ കയ്യേറിയാൽ, അല്ലെങ്കിൽ ഒറിജിനൽ ദേവസ്വം ഭൂമിയിലേക്ക് ഒരാൾ കയ്യേറിയാൽ, ഒറിജിനൽ ചർച്ചിന്റെ ഭൂമിയിലേക്ക് ഒരാൾ അയാളെ കുടിയേറ്റക്കാരെന്ന് വിളിക്കേണ്ടി വരും. ഇവിടെ മുനമ്പത്ത് ഞാൻ പലതവണ പറഞ്ഞു, വഖഫ് ബോർഡ് ഒരു ഘട്ടത്തിലും മുനമ്പോ ആയിട്ട് ഇതേവരെ വഖഫ് ബോർഡ് നേരിട്ട് ക്ലെയിം ചെയ്യുകയോ നോട്ടീസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ നോട്ടീസ് കൊടുക്കില്ലല്ലോ. പറയട്ടെ പിന്നെ നിങ്ങൾ പറഞ്ഞോളൂ. വഖഫ് ബോർഡ് നോട്ടീസ് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കരമടയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ അങ്ങനെയാണല്ലോ. ശരി, ഞാനത് പറഞ്ഞോട്ടെ, പൂർത്തിയാക്കുന്നത്. ഈ വഖഫ് ബോർഡ് അല്ല അത് ഇനീഷ്യേറ്റ് ചെയ്തത്. നിസാർ കമ്മീഷൻ വന്നു. അത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ തന്നെ സംസാരിക്കും. സംസാരം വേണ്ട. ഇവിടെ നിസാർ കമ്മീഷൻ അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ബന്ധു അടക്കമുള്ള ആളുകൾ പോകുന്നു. ഹൈക്കോടതി ഇതിൽ ഇടപെട്ടതോടുകൂടിയാണ് ഇവിടുത്തെ വഖഫ് ബോർഡ്, അതേപോലെ തന്നെ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിച്ചു. അങ്ങനെ ഈ വിഷയം കുറച്ചുകൂടെ, അതായത് ഹൈക്കോടതി കൂടെ ഇടപെട്ടതോടുകൂടി, കരമടയ്ക്കുന്നത് ഹൈക്കോടതി തടഞ്ഞതോടുകൂടിയാണ് ഇതിൽ പ്രശ്നം വരുന്നത്. വഖഫ് ബോർഡ് അല്ല ഇതിൽ ഇനിഷ്യേറ്റ് ചെയ്തത്, മറ്റു സംവിധാനങ്ങൾ മാത്രം. അല്ലാതെ വഖഫ് ബോർഡ് 4 ആള് ഇരുന്നു കൊണ്ട്, 4 മുസ്ലിങ്ങൾ ഇരുന്നു കൊണ്ട് ആളുകൾ ഇറക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് വഖഫ് ബോർഡിനോട് പറഞ്ഞിരിക്കുന്നു, ഒരു നോട്ടീസ്, നിങ്ങൾ അനുനയം പറഞ്ഞല്ലോ, വഖഫ് ബോർഡിനോട് മേലിൽ ഒരു നോട്ടീസും എങ്ങോട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല.
നിലവിലുള്ളതിന്റെ കാര്യം പറയൂ. അല്ല സലീം മടവൂർ, ഈ വിഷയത്തിൽ മുനമ്പം ജനതയോടൊപ്പമാണ് സർക്കാരെങ്കിൽ ഇങ്ങനെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് നീട്ടിക്കൊണ്ടുപോവാണോ വേണ്ടത്? ഇപ്പോ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ തന്നെ പറഞ്ഞു 3 മാസം കൊണ്ടൊന്നും പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന്. പറയട്ടെ ഹൈക്കോടതിയിലുള്ള കേസ് തീർക്കണം. അത് റിവ്യൂ കൊടുത്തുകൊണ്ട് പരിപൂർണമായിട്ട് നാളെ മുനമ്പത്തെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരു ലീഗൽ പ്രശ്നമില്ലാതെ സ്വതന്ത്രമായി അവരുടെ അടുത്ത തലമുറ ലോകാവസാനം വരെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലെ എല്ലാ കാലത്തും കുഴപ്പം അനിൽ നമ്പ്യാരും ജനം ടിവിയും അവിടെ എല്ലാ കാലവും സ്റ്റുഡിയോ വെച്ചിരുന്നോളൂ. നിങ്ങൾക്ക് എല്ലാ കാലവും പ്രശ്നം തീർക്കാതെ വീട്ടിക്കൊണ്ടുപോകലാണ് നിങ്ങളുടെ ആവശ്യം. അത് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പരിഹരിക്കും. ഒരു പരാതിയില്ല. ഞാൻ അന്ന് താങ്കളോട് ഞാൻ ആവശ്യപ്പെട്ടതാണ്, താങ്കൾ അങ്ങോട്ട് വാങ്ങു മുനമ്പത്തോട്ട്. രണ്ട് കാര്യങ്ങളും ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ല. എന്ന് വിളിച്ചത് ശരിയോ തെറ്റോ? 2 വർഷം കൂടെ മുനമ്പത്തുകാർ ആരും കുടിയേറ്റക്കാരെന്ന് വിളിച്ചിട്ടില്ല. നിയമസഭയിലാണ് അത് ഉന്നയിച്ചത്. നിയമസഭയിലാണ് അത് ഉന്നയിച്ചത്. അത് ശരിയോ തെറ്റോ എന്ന് പറയും. അല്ല ഞാൻ പറയട്ടെ ശരിയോ തെറ്റോ എന്ന് പറയും. അല്ല ഞാൻ പറയട്ടെ. അതിന്റെ ഓരോന്നോരോന്ന് ചോദിച്ചത് ഞാൻ ഒരു 2-3 കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ പറയാം. ഇവിടെ സംവരണത്തിനെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് എങ്ങനെ സംവരണം എന്ന് ചോദിച്ചു. ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്ന വായിച്ചു നോക്കണം. ശ്രീ രാജശേഖരൻ അത് വായിച്ചു നോക്കണം. അപ്പൊ ശതമാനം മുസ്ലിങ്ങൾ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് മാറിയ മുസ്ലിം സംവരണം വേണ്ട എന്ന് പറയുമോ ശ്രീ സലീം മടവൂർ? അതിനാണ് ഞങ്ങൾ പറഞ്ഞത് ജാതി സെൻസസ് നടപ്പിലാക്കിയിട്ട് എല്ലാ സമുദായങ്ങളുടെയും നിലവിലുള്ള പഠിച്ചു മതങ്ങളുടെ പഠിക്കാമല്ലോ. അതെ, മതം എല്ലാം പഠിക്കാമല്ലോ. എല്ലാ സംവിധാനത്തിനും ജാതി സെൻസസ് ഉണ്ടല്ലോ. അല്ല അതോടൊപ്പം ജാതി സെൻസസ് കൂടെ എടുത്തു. ഞാൻ പറയട്ടെ ജാതി സെൻസസ് എടുത്താൽ അതോടൊപ്പം അതായത് എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള സംവരണത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ വിഭാഗവും അനുഭവിക്കുന്ന സംവരണവും അവരുടെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയും രാജ്യത്ത് പരിശോധിക്കപ്പെടട്ടെ. ആരുടെ കയ്യിലാണ് ജോലി എന്ന് പരിശോധിക്കട്ടെ. ആരുടെ കയ്യിലാണ് അധികാരമുള്ളത് അത് പരിശോധിക്കട്ടെ. 2, നിങ്ങൾ കൊടുത്ത സംവരണം ഉണ്ടല്ലോ മുന്നോക്കക്കാർക്ക്, അതെന്താണ്? ഒരു വർഷം 8 ലക്ഷം വരുമാനമുള്ള, ഒരു ദിവസം 2222 രൂപ വരുമാനമുള്ള സമ്പന്നർക്കാണ് കൊടുത്തത്. ഞങ്ങൾ പറയുന്നത് അത് പാവപ്പെട്ട ഒരു പശുവിനൊക്കെ വളർത്തി ജീവിക്കുന്ന മുന്നോക്ക വിഭാഗത്തിലെ ദരിദ്രന് കൊടുക്കണം. നിങ്ങൾ ഇപ്പോഴും കൊടുക്കുന്ന ആർക്കാണ്? മാസത്തിൽ 66,000 രൂപ വരുമാനമുള്ള ആളുകൾക്കാണ് മുന്നോക്കത്തിലെ സംവരണം കൊടുക്കുന്നത്. അത് തെറ്റാണെന്ന് ഞങ്ങൾ എന്നും പറയും. പാവപ്പെട്ടവർ കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, 2047 മുസ്ലിം രാജ്യമാവുന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ നേരത്തെയുള്ള മുസ്ലിം ജനസംഖ്യയെ കണക്കാക്കിക്കൊണ്ട് രാജ്യത്ത് ആളുകൾക്ക് ഭീതി ഉണ്ടാക്കിയാണ്. ഇപ്പൊ എല്ലാ മുസ്ലിം കുടുംബത്തിലും ഒരു മതത്തിന്റെയും ഒരു മുസ്ലിം രാജ്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യം നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പറയട്ടെ ഇന്ത്യയിൽ ഒരു മതത്തിന് ഒരു ഇസ്ലാം മതമോ അല്ലെ ഒരു ക്രിസ്ത്യൻ മതമോ ഒന്നും വളരാൻ ആ രൂപത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ജനസംഖ്യാ വിസ്ഫോടനം നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ഇപ്പോഴത്തുള്ള സാഹചര്യം എന്ന് പറയുന്നത് പഴയതുപോലെയല്ല. ജനസംഖ്യ നിയന്ത്രിതമാണ്. കള്ളത്തരം പ്രചരിപ്പിക്കും. അതിന്റെ മുഴുവൻ ഡേറ്റയും അങ്ങേക്ക് തരാം. നിങ്ങൾ 1970 ഭൂമി വഖഫിലേക്ക് വാ സലീം മടവൂർ. നമുക്ക് സമയമില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാം. കുഴപ്പമുണ്ടാക്കിയ വൈപ്പ് 1970-ലെയോ 80-ലെയോ ജനനനിരക്ക് കണക്കാക്കിയാണ് നിങ്ങൾ ഇപ്പോഴും ഇത്തരം പ്രചരണം നടത്തിയ ആളുകളെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വാദം ജനസംഖ്യ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ കാര്യം അറിയാതെന്ന് പറയുന്നത്. അല്ല പറയട്ടെ ശ്രീ രാജശേഖരൻ നിങ്ങൾ ഈ വഖഫ് ബോർഡിന്റെ സ്വത്ത് നിങ്ങൾ എണ്ണി പറയുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും കണക്ക് പുറത്തു വിടുന്നേ. എല്ലാ മതം പുറത്തു വിടും. എന്നിട്ട് അതിന് മൊത്തമായിട്ടാണ് നിങ്ങൾ നിയമം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി എല്ലാ മതത്തിന്റെ കണക്ക് പുറത്തു വിട്ടാലും ഒരു മതം വന്നിട്ട് പാർലമെന്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന് പറയുന്നത് പോലെ ഒരാൾ ഇവിടെ വന്ന് പറയാൻ പോകുന്നില്ല. സലീം മടവൂർ അല്ലാത്ത താരതമ്യം കടന്നു കഴിയാണ്. അല്ല പറയട്ടെ ഇവിടെ വഖഫ് ഭൂമിയും
ചർച്ചിന്റെ ഭൂമിയും ദേവസ്വം ഭൂമിയും എല്ലാം മൊത്തമായിട്ട് എങ്ങനെ നിയന്ത്രിക്കണം, ആ ഭൂമിയുടെ ആരാണ് അതിന്റെ കസ്റ്റോഡിയൻ, ആ ഭൂമി ഏതൊക്കെ തന്നെ കൈകാര്യം അങ്ങനെ വഖഫിന്റെ കൈവശമുള്ള ഭൂമി പറഞ്ഞു 9.4 ലക്ഷം ഏക്കർ കൃത്യമാണ് എന്ന് പരസ്യമാണത്. 8.4 ലക്ഷം പ്രോപ്പർട്ടികളിലായി 9.4 ലക്ഷം ഏക്കർ ഭൂമി 1.2 ലക്ഷം കോടി രൂപ സാമാന്യ നിരക്കിന് വില മതിക്കുന്ന ഭൂമി ഇന്ന് വഖഫിന്റെ കയ്യില. വഖഫ് അത് വ്യക്തമായി മുനമ്പത്തെ പറഞ്ഞല്ലോ വഖഫ് ഭൂമി ഉണ്ടായെങ്കിൽ അത് വഖഫോട് പറഞ്ഞല്ലോ.